Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 7ന്റെ ഒരു ഫുൾ ഫ്ലെഷ്ഡ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ വലിയ സൈസ് തന്നെയാണ് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് iOS 7ന്റെ എല്ലാ മുക്കും മൂലയിലും വരുന്ന ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഞാൻ പാർട്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ റിലീസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അത്രയും വലിയൊരു ലാഗ് ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെ iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും ഞാൻ ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ഡിവൈസിനും നമുക്ക് iOS 17 സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഓരോ ഡിവൈസ് അനുസരിച്ച് ചില ഫീച്ചേഴ്സൊക്കെ ആ ഒരു ചേഞ്ചസ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. ഈ ഒരു അപ്ഡേഷനിൽ നമ്മൾ കുറേയധികം ടോപ്പിക്സാണ് കവർ ചെയ്യാൻ പോകുന്നത്. കുറേയധികം എന്ന് പറഞ്ഞാൽ കുറേയധികം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഓരോ ടോപ്പിക്സും നമ്മൾ ഇൻഡെപ്തായിട്ട് നോക്കുന്നുമുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ പെർട്ടിക്കുലർ കാണണമെങ്കിൽ ആ ഒരു പോർഷൻ്റെ എല്ലാ ടൈറ്റിലും ഇൻട്രോസും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അവിടെ തന്നെ കറക്റ്റായിട്ട് പോയിട്ട് ഒന്നും കൂടെ ആ ഒരു പോർഷൻ കണ്ട് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഫോൺ ആപ്പിലാണ്. ഫോൺ ആപ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇനി മുതൽ 2000 അധികം പുതിയ കോൾ ലോഗ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നേരത്തെ നമുക്ക് ലഭിച്ചുകൊണ്ടെന്ന് വെച്ചത് 100 കോൾ ലോഗ് ആണെങ്കിൽ ഇനി മുതൽ 2000 മേലെ, ഞാൻ പറഞ്ഞത് 2000 മേലെ എന്നാണ്, ഇൻക്ലൂഡിങ് വാട്സാപ്പ്, ടെലിഗ്രാം എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയയിൽ വരുന്ന കോളുകളും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. എന്നാൽ പോലും ഉറപ്പായിട്ടും ഒരു 3-4 മാസത്തിലേക്കുള്ള ഫുൾ കോൾ ലോഗ് നമുക്ക് എളുപ്പത്തിന് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ അടുത്ത വന്നിരിക്കുന്ന അപ്ഡേഷൻ നമ്മുടെ കോണ്ടാക്റ്റ് പോസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ കോണ്ടാക്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റ് പോസ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാവും എന്ത് ഭംഗിയിലാണ് ആ ഒരു കോണ്ടാക്റ്റ് വന്നിരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കോണ്ടാക്റ്റ് പോസ്റ്റർ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കൊരു പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോട്ടോസ്, മെമ്മോജി, മോണോഗ്രാം എന്നീ പറഞ്ഞ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മെമ്മോജി സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു മെമ്മോജി ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു മെമ്മോജി സെലക്ട് ചെയ്തു. ആ ഒരു മെമ്മോജിയിൽ പല ആക്ഷൻസും, അതായത് പല ഫേസ് റിഫ്ലക്ഷൻസും നമുക്കിവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ റിയാക്ഷൻസും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മെമ്മോജി സെറ്റ് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ആ ഒരു മെമ്മോജിക്ക് ആ ഒരു ഇൻഡെപ്ത് ഫീൽഡ് കിട്ടാൻ വേണ്ടി ടെക്സ്റ്റിൻ്റെ പുറത്ത് ഒരു ഡെപ്ത് എഫക്റ്റ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എനിക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കളർ ഇട്ടു. ഈ ഒരു കളർ ഇട്ടതിന് ശേഷം എനിക്ക് ഇവിടെ നോക്കുമ്പോൾ ഡെപ്ത് എഫക്റ്റ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കാൻ പറ്റും. ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം, ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. അതിനുശേഷം ഞാൻ ഡൺ കൊടുത്തു. ഇവിടെ ഡൺ കൊടുക്കുമ്പോൾ കണ്ടിന്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളത് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് നമുക്ക് ഈ പറഞ്ഞ കോണ്ടാക്റ്റ് പോസ്റ്റർ നമ്മുടെ ബാനർ കോൾ വരികയാണെങ്കിൽ, അതായത് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ ബാനർ കോൾ വരികയാണെങ്കിൽ ആ ഒരു ബാനർ കോളിൽ വേണ്ട കോണ്ടാക്റ്റിൻ്റെ ഫോട്ടോസും നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ആ സെയിം ഫോട്ടോ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ആ ഒരു കോണ്ടാക്റ്റ് പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കോണ്ടാക്റ്റ് പോസ്റ്റർ എനിക്ക് പിന്നെയും എഡിറ്റ് ചെയ്യണം, വേറൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു കോണ്ടാക്റ്റ് പോസ്റ്ററിലേക്ക് പോവുക, ഡൺ കൊടുക്കുക. ഞാൻ അവിടെ ആ ഒരു പുതിയ കോണ്ടാക്റ്റ് പോസ്റ്റർ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സ്വന്തം കോണ്ടാക്റ്റ് കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. ഇപ്പോൾ എൻ്റെ കോണ്ടാക്റ്റ് കാർഡ് ഞാൻ എടുത്തു. ഈ ഒരു കോണ്ടാക്റ്റ് കാർഡ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം, അതേപോലെ പേരും കാര്യങ്ങളും എനിക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ എഡിറ്റ് കൊടുത്തു. ഇവിടെ എഡിറ്റ് കൊടുത്തതിന് ശേഷം എനിക്ക് കൊടുക്കേണ്ട പുതിയ ഫോട്ടോസും കാര്യങ്ങളും നേരത്തെ നമ്മൾ ബിൽഡ് ചെയ്ത പോലെ ഒരു കോണ്ടാക്റ്റ് പോസ്റ്ററായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കോണ്ടാക്റ്റ് പോസ്റ്റർ നമ്മൾ ബിൽഡ് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ iOS 7 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ഓപ്ഷനാണ് നെയിം ഡ്രോപ്പ്
എന്ന് പറയുന്നത്. എന്താണ് ഈ നെയിം ഡ്രോപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എന്ത് ഡീറ്റെയിൽസ് ആണോ, വെദർ ഇറ്റ്സ് എ മെയിൽ ഓർ നമ്പർ, നമുക്കത് വേറൊരു iOS 17 സപ്പോർട്ട് ചെയ്ത ഡിവൈസിൽ ജസ്റ്റ് അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ ട്രാൻസ്ഫർ ആവും. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ കോൺടാക്റ്റ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമുക്കത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഫോണിൽ പിന്നീട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസ് ആയിരിക്കും അവിടെ വരുന്നത്. പിന്നീട് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഫോട്ടോ റീപ്ലേസ് ചെയ്യാം, പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ സ്വന്തം കോണ്ടാക്റ്റ് കാർഡിൽ വന്ന മാറ്റം. നമ്മുടെ അടുത്ത വന്ന മാറ്റമാണ് നമ്മുടെ കോളിംഗ് യൂസർ ഇൻ്റർഫേസിലും നമുക്കൊരു പുതിയ മാറ്റം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോൾ വരുന്നുണ്ട്. ഈ ഒരു കോൾ വരുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും എവിടേക്കാണ് പുതിയ ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു യൂസർ ഇൻ്റർഫേസിൽ നമുക്ക് വലിയ ഒരു മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ iOS 16 കണ്ട പോലെ ഒരു യൂസർ ഇൻ്റർഫേസ് അല്ല ഈ ഒരു കോളിംഗ് എഫക്റ്റിൽ നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടാണ് ആപ്പിൾ വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ എൻഡ് സ്വിച്ചാണ് ഏറ്റവും താഴത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ പൊക്കത്ത് നിന്ന് എല്ലാം താഴത്തേക്കാണ് ആപ്പിൾ iOS 17 കോളിംഗ് ബട്ടണിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഒരു പുതിയ ഓപ്ഷൻ നമുക്ക് ഈ പറയുന്ന കോളിങ്ങിൽ വന്നിട്ടുണ്ട്. അതാണ് വോയിസ് മെയിൽ എന്ന് പറയുന്നത്. നമ്മുടെ വോയിസ് മെയിൽ വരുമ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന ഒരു ഐക്കണാണ് ഈ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമുക്ക് വോയിസ് മെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ നമുക്ക് മെസ്സേജും അക്സെപ്റ്റും എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ഈ ഒരു വെയിറ്റിംഗ് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ഗ്ലിഫ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഗ്ലിഫിന് ശേഷം നമുക്ക് ആ ഒരു വ്യക്തിക്ക് പറയേണ്ട എന്താണെന്ന് ഇവിടെ ടെക്സ്റ്റ് രൂപത്തിൽ വരുന്നതായിരിക്കും. പക്ഷേ അത് സെലക്റ്റഡ് ലാംഗ്വേജസിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ ലഭിക്കുന്നത്. മലയാളം എന്ന് പറഞ്ഞ ആ ഒരു റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് ഇത് ലഭിക്കില്ല. ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷും ചൈനീസും എന്നീ പറഞ്ഞ കുറച്ച് ഭാഷകൾ മാത്രമാണ് നമുക്ക് ഇവിടെ ലൈവ് ട്രാൻസ്ക്രിപ്ഷനായിട്ട് വരുന്നത്. ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മളിപ്പോൾ കോൺഫറൻസിനോ മീറ്റിങ്ങിലോ എവിടെ ഇരുന്നാലും നമുക്ക് ഫോൺ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതിന് പകരം നമുക്ക് ആ ഒരു ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് അങ്ങനൊരു കോള് വന്നു. അങ്ങനൊരു കോള് വന്നാൽ ആ ഒരു വോയിസ് മെയിൽ നമ്മൾ എങ്ങനെ കേൾക്കും? അതായത് നമ്മുടെ ഫോൺ ആപ്പിലേക്ക് പോവുക. ഫോൺ ആപ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് വോയിസ് മെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു വോയിസ് മെയിലിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് വിളിച്ചിരിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടാകും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വോയിസ് മെയിൽ കേൾക്കാനും വോയിസ് ആ ഒരു സ്പീക്കറിൽ കൂടി കേൾക്കാനും നമുക്ക് തിരിച്ചു വിളിക്കാനും ആ ഒരു വോയിസ് മെയിൽ ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ടാകും. നമ്മുടെ ആ ഒരു വോയിസ് മെയിൽ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫുള്ളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വോയിസ് മെയിൽ കേട്ടില്ലെങ്കിലും ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ വായിച്ചുകൊണ്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആ ട്രാൻസ്ക്രിപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണെന്നും യൂസ്ഫുൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് റോങ് ആണെന്നുള്ള കാര്യം സെലക്ട് ചെയ്യാനും നമ്മുടെ ആ ഒരു വോയിസ് മെയിലിൽ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു വോയിസ് മെയിലിലെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയേണ്ടതാണ്. നമുക്ക് സെപ്പറേറ്റ് റിംഗ് ടോൺ നമ്മുടെ ഡ്യുവൽ സിം ആക്ടിവേറ്റ് ആയ ഫോണുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പ്രൈമറി സിമ്മും സെക്കൻഡറി സിമ്മിലും കോൾ വരുമ്പോൾ കറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആ ഒരു കോൾ നമുക്ക് എടുക്കാനും പറ്റുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ഫേസ് ടൈമിലാണ്. ഫേസ് ടൈമിലേക്ക് പോവാം. ഫേസ് ടൈമിൽ നമുക്ക് പുതിയ മാറ്റം വന്നിരിക്കുന്നത് ഈ പറഞ്ഞ കോൾ ചെയ്യുമ്പോഴാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഫേസ് ടൈം കോൾ ചെയ്തുകൊണ്ടിരിക്കാം. ഫേസ് ടൈം കോൾ ചെയ്യുകയാണ്. ഇവിടെ ഫേസ് ടൈം കോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഈ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫേസ് ടൈം ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമാണെന്ന് കരുതുക, ആ ഒരു കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് ആ റെക്കോർഡ് ചെയ്ത വീഡിയോ ഫേസ് ടൈം കോളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് കറക്റ്റ് ആ ഒരു സമയത്ത് കിട്ടുന്ന ഫുൾ മെമ്മറിയും മിസ്സാവാതെ തന്നെ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ ഫേസ് ടൈമിൽ ഹാൻഡ് ഗസ്റ്റേഴ്സും നമുക്കിപ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തമ്പ് ഇംപ്രഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല ഗ്ലിഫുകളും കാണിക്കാനും പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ iPhone 11 നമുക്ക് ആ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ല. iPhone 12 മുതലാണ് ആ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ആൻഡ് നമ്മുടെ ഫേസ് ടൈമിൽ നമുക്ക് ഇത് മുതൽ നമ്മുടെ ഈ പറയുന്ന ഹാൻഡ് ഗസ്റ്റേഴ്സും നമുക്ക് സെലക്ട് ചെയ്ത് അയക്കാൻ പറ്റുന്ന
ഒരു ഓപ്ഷനും ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് ടൈമിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മുതൽ ഫേസ് ടൈം നമ്മുടെ ആപ്പിൾ ടി വിയിലും കണ്ടിന്യൂറ്റി ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ പറഞ്ഞ ഫേസ് ടൈം നമുക്ക് ഈ പറഞ്ഞ മാക്ബുക്കിലേക്കോ ഐപാഡിലേക്കോ നമുക്ക് കണ്ടിന്യൂറ്റി ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ സെയിം ഓപ്ഷൻ നമ്മുടെ മാക്സേഫ് സപ്പോർട്ടായ ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ അത്രയും വലിയ ഡിസ്പ്ലേ ആയ ടി വി നമുക്കൊരു ക്യാമറ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ കോൺഫറൻസിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സിനോ നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിനോ അത്രയും വലിയ സ്ക്രീനിൽ നല്ല ക്വാളിറ്റിയിൽ ഫേസ് ടൈം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന കണ്ടിന്യൂറ്റി ക്യാമറ വിത്ത് ആപ്പിൾ ടി വി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആപ്പിൾ ഫേസ് ടൈമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വരുന്ന മാറ്റം നമ്മുടെ മെസ്സേജിങ് ആപ്പിലാണ്. മെസ്സേജിങ് ആപ്പിൽ പുതിയ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ആ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാം. മെസ്സേജ് എടുത്തു. ഇവിടെ മെസ്സേജ് എടുത്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വോയിസ് മെയിലിന് നമുക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വോയിസ് കേട്ടില്ലെങ്കിലും ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ ഒരു വോയിസിൽ അയച്ചിരിക്കുന്ന കാര്യം നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇത് സെലക്റ്റീവായ ലാംഗ്വേജസിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നമുക്കൊരു ഐ ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ ഒരു പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ റീഡിസൈൻഡ് ആയിട്ടുള്ള ആ ഒരു മെസ്സേജിങ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ചെക്ക് ഇൻ എന്ന് പറയുന്നത്. ഈ ഒരു ചെക്ക് ഇൻ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ പുതിയ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ലെറ്റ് യുവർ ഫ്രണ്ട് നോ യു ആർ അറൈവ്ഡ് എന്ന്. അതായത് നമുക്ക് ചെക്ക് ഇൻ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ചെന്നിരിക്കുകയാണ്, നമ്മുടെ കൂട്ടുകാരൻ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടും അതേപോലെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചെക്ക് ഇൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ഐഫോൺ ആ ഒരു ഓപ്ഷൻസ് ചെക്കിൻ്റെ ഓപ്ഷൻ ലൈവ് ആക്ടിവിറ്റി ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷൻസും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമ്മുടെ പുതിയ ഓപ്ഷൻ വന്നിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് ഫുൾ ഡീറ്റെയിൽസും ലിമിറ്റഡ് ഡീറ്റെയിൽസും നമുക്ക് അയക്കാൻ പറ്റും. ലിമിറ്റഡ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് കറണ്ട് ലൊക്കേഷൻ, ഡീറ്റെയിൽസ് അബൌട്ട് ബാറ്ററി ആൻഡ് നെറ്റ്വർക്ക് സിഗ്നൽ ആൻഡ് ഐഫോൺ ആപ്പിൾ വാച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും ലിമിറ്റഡിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഫുൾ ഡാറ്റ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ റൗട്ടും അതേപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനും ലാസ്റ്റ് നമ്മുടെ ഐഫോൺ അൺലോക്ക് ചെയ്ത കാര്യങ്ങളും നമ്മുടെ ആപ്പിൾ വാച്ച് റിമൂവ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഫുൾ ഫ്ലെജ് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് ഫുൾ എന്ന ഓപ്ഷനിലും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ലിമിറ്റഡ് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഓപ്ഷൻസും എന്തൊക്കെയാണ് എവിടേക്കാണെന്നുള്ള നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെക്കിനും അതേപോലെ നമ്മൾ അറൈവ് ചെയ്യുമ്പോൾ ആ ഡെസ്റ്റിനേഷൻ്റെ ആ ഒരു മെസ്സേജ് ആ ഒരു ചെക്കിൻ ഓപ്ഷൻ ലഭിക്കുകയും അതേപോലെ നമ്മൾ ചെക്കിൻ ചെയ്യുമ്പോൾ ഡിലേ ആവുകയാണെങ്കിൽ നമ്മുടെ എമർജൻസി SOSന് അതായത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ ആ ഒരു കാര്യം ചെയ്തില്ല, നമ്മൾ ചെക്കിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു എമർജൻസി SOS പ്രോംപ്റ്റ് കോള് പോകുന്നതായിരിക്കും. ഇനി നമ്മുടെ ഐഫോൺ ഓഫ്ലൈൻ ആണെങ്കിൽ ആ ഒരു ഓഫ്ലൈൻ ആവുന്ന കാര്യവും നമ്മുടെ ഈ പറയുന്ന ചെക്കിൻ ചെയ്യുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ചെക്കിൻ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഈ പറയുന്ന ചെക്ക് ഇൻ എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് അടുത്ത വന്ന ഫീച്ചേഴ്സാണ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. മെസ്സേജിങ് ആപ്പിൽ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് കുറച്ചധികം അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സാണ്. നമുക്ക് ഈ പറയുന്ന സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ പുതിയ പുതിയ സ്റ്റിക്കേഴ്സ് നമുക്ക് വരുത്താനും അതേപോലെ സ്റ്റിക്കേഴ്സിൽ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനും പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ചില സമയത്ത് ഗ്ലിച്ചി ആയതുകൊണ്ട് തന്നെ ആ ഒരു ബഗ് എനിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചധികം സ്ലോ ആയിട്ടാണ് ആ ഒരു കാര്യങ്ങൾ വരുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എൻ്റെ സ്റ്റിക്കേഴ്സ് ഗാലറി എന്ന് പറയുന്നത്. എൻ്റെ പെറ്റിൻ്റെയും അതേപോലെ ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാ സ്റ്റിക്കേഴ്സും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ഈ പറഞ്ഞ ആനിമോജിയിലും നമുക്ക് കുറച്ചധികം സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ആനിമോജിയിൽ പുതിയ 3 ഫേസസും വന്നിട്ടുണ്ട്. നേരെ നമ്മുടെ പൊക്കത്തേക്ക് പോവുക. ഇവിടെ നമുക്ക് ഈ വന്നിരിക്കുന്ന 3 പുതിയ ഫേസസ് ആണ്. നമ്മുടെ ആനിമോജി ഫേസിലും പുതിയതായിട്ട് വന്നിരിക്കുന്ന 3 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 3 ഫേസസ് എന്ന് പറയുന്നത്. ആ ഒരു ചേഞ്ചും നമ്മുടെ മെസ്സേജിങ് ആപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഈ പറയുന്ന ലൊക്കേഷനിലാണ്. ലൊക്കേഷനിൽ നമ്മുടെ ഈ പറയുന്ന ലൊക്കേഷൻ ഷെയറിങ് കുറച്ചും കൂടെ
ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും കറക്റ്റായിട്ട് മനസ്സിലാകുന്നതാണ്. നമ്മുടെ iPhone 15 ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ iPhone 15ൻ്റെ കാര്യത്തിൽ ആപ്പിൾ പറഞ്ഞായിരുന്നു അൾട്രാ വൈഡ് ബാൻഡ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിസൈസ് ആയിട്ട് ആൾക്കാർ നമുക്ക് മീറ്റ് ചെയ്യാൻ, ഇപ്പോൾ വലിയ തിരക്കുള്ള മാർക്കറ്റിലോ അല്ലെങ്കിൽ വലിയ തിരക്കുള്ള ഒരു മോളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്താണെങ്കിൽ കറക്റ്റായിട്ട് പിൻ പോയിൻ്റായിട്ട് ആളുടെ അടുത്തേക്ക് എത്താനായിട്ട് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനും ഈ പറഞ്ഞ ലൊക്കേഷൻ ഷെയറിങ്ങിൽ ആപ്പിൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ പേയിൽ കുറച്ചധികം കാര്യങ്ങൾ ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ ആപ്പിൾ ക്യാഷ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നതാണ് വൺ ടൈം വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിവൈസിൽ കുറേയധികം OTPകളും അതേപോലെ കുറേയധികം വെരിഫിക്കേഷൻ കോഡുകളും നമുക്ക് വരാറുണ്ട്. പക്ഷേ ആ ഒരു കോഡ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറയുന്ന ഓട്ടോ ഫില്ല്, ഇപ്പോൾ 1 2 3 4 5 6 എന്നുള്ള കോഡ് വന്നു, നമുക്ക് ഇവിടെ ഓട്ടോ ഫില്ല് എന്നുള്ള ഓപ്ഷൻ വരും. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന് കിട്ടേണ്ട OTP നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡിവൈസിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ആ ഒരു OTP ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ മെസ്സേജിൻ്റെ റീസെൻ്റ്ലി ഡിലീറ്റഡ് ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ OTP മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അതിനെക്കാട്ടും പറ്റില്ല ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉണ്ടാകുമെന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജസിൽ ആ ഒരു OTP വൺ ടൈം പാസ്വേഡായിട്ട് യൂസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ഓപ്ഷനും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഡ്യുവൽ സിം യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കും ഡ്യുവൽ സിമ്മിൻ്റെ മെസ്സേജിങ് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ സിംഗിൾ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡ്യുവൽ സിം യൂസ് ചെയ്യുമ്പോൾ കുറേയധികം മെസ്സേജസ് പ്രൈമറി സിമ്മിലേക്കും സെക്കൻഡറി സിമ്മിലേക്കും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സിമ്മിൻ്റെ മെസ്സേജ് സോർട്ടിങ്ങും നമ്മുടെ ഈ പറയുന്ന iOS 17 കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത വരുന്ന മാറ്റമാണ് ഇൻട്രാക്റ്റീവ് വിജറ്റ്സ് എന്ന് പറയുന്നത്. യെസ്, നമ്മുടെ ഈ ഒരു സ്ക്രീൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഓപ്ഷൻ നമ്മുടെ വിജറ്റിൽ, അതായത് മ്യൂസിക് വിജറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഇൻട്രാക്റ്റീവ് വിജറ്റ് iOS 17ൻ്റെ ഒരു കീ ഫീച്ചർ തന്നെയാണ്. അതേപോലെ നമുക്ക് കുറച്ചധികം പുതിയ പുതിയ വിജറ്റ്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ പറയുന്ന ആഡ് ബട്ടൺ കൊടുത്തു. ഇവിടെ എനിക്ക് കുറേയധികം പുതിയ വിജറ്റുകളുടെ ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പോഡ്കാസ്റ്റിൻ്റെ വിജറ്റ് ആഡ് ചെയ്യാണ്. ഇവിടെ ഒരു പോഡ്കാസ്റ്റ് എടുത്തു. ഞാൻ ഈ പറയുന്ന പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു വിജറ്റാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ആഡ് ചെയ്തു, ഡൺ കൊടുത്തു. ഇവിടെ എനിക്ക് പുതിയ പോഡ്കാസ്റ്റുകൾ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും എനിക്ക് ബാക്കി വരുന്ന പോഡ്കാസ്റ്റുകളിൽ അല്ലെങ്കിൽ ഞാൻ എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ള സമയം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് എനിക്ക് പ്ലേ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട് ആ ഒരു പ്ലേയും ബാക്കി കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പറയുന്ന മ്യൂസിക് ആപ്പിലേക്ക് പോകാനുള്ള ആ ഒരു മ്യൂസിക് വിജറ്റ് കൺട്രോൾ നോക്കുകയാണ്. ഇവിടെ പ്ലേ എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ കൊടുത്തു. പ്ലേ ഓപ്ഷൻ കൊടുത്തപ്പോഴത്തേക്കും മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട്. ആ ഒരു മ്യൂസിക്കിൻ്റെ ആർട്ട് കവറിനനുസരിച്ചുള്ള ആ ഒരു കളറും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു മ്യൂസിക് ആപ്ലിക്കേഷനിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു പാട്ട് പോസ് ചെയ്യാണ്. കറക്റ്റായിട്ട് പോസ് ആയതുകൊണ്ട് ഒരു ഇൻട്രാക്റ്റീവ് വിജറ്റ് എന്ന ഓപ്ഷൻ ഇത്രയും നാളായിട്ട് എല്ലാ ആപ്പിൾ യൂസേഴ്സും കാത്തിരുന്ന ഒരു ഓപ്ഷനാണ്.